റെഡി ബൂംബാങ് വേറൊന്നുമല്ല, നവീൻ അല്ലേ, ബൂംബാങ് ചാനലിലെ നമ്മുടെ നവീൻ. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ബൂംബാങ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് വരുന്ന എല്ലാ കണ്ടന്റുകളും വളരെ ആസ്വദിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അങ്ങേര് ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, സംസാരം ഞാനൊക്കെ കണ്ടു തന്നെ വീണ്ടും വീണ്ടും പലവട്ടം കാണാം. അത് ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ പോർക്ക് ഉണ്ടാക്കുന്നത്, പോർക്കിന്റെ സ്കിന്നിന്റെ ഒരു സാധനമുണ്ട്. അതായത് ഇങ്ങനെ അങ്ങനെ നമുക്ക് കഴിച്ചൊരു ഫീൽ കിട്ടും. വായിലുള്ള പറ്റുന്നത് കത്തിയോണ്ട് മുമ്പ് ഇങ്ങനെ ആക്കിയിട്ട് പൊട്ടിച്ചിങ്ങനെ തിന്നില്ലേ, ബിസ്ക്കറ്റ് തിന്നണ പോലത്തെ സാധനം. പിന്നെ ഒരു കോമഡി കലർന്ന സംസാരം ഭയങ്കര രസമാണ് അങ്ങേരുത്. ആൻഡ് ഞാൻ ഈ ഫിറോസ് ചുട്ടിപ്പാറയുടെ മയിലിന്റെ പ്രശ്നം ഉണ്ടായ ടൈമിലാണ് ഞാൻ അപ്പോഴാണ് ബൂംബാങ് എന്ന് പറഞ്ഞ ചാനൽ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ബൂംബാങ് ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഞാൻ ആദ്യമായിട്ട് അന്നാണ് കാണുന്നത്. കാരണം വേറൊരു മലയാളി മയിലിനെ കറി വെച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നോക്കുമ്പോഴാണ് ബൂംബാങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനൽ എനിക്ക് വിസിബിൾ ആവുന്നത്. ഞാൻ അന്ന് മുതലാണ് കണ്ടു തുടങ്ങുന്നത്. പിന്നെ ഇന്നേ വരെ ബൂംബാങ്ങിന്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും എടുത്തു വെച്ച് കാണാറുണ്ട്. പിന്നെ റിപ്പീറ്റ് വെച്ച് ഇരുന്ന് വീണ്ടും കാണാറുണ്ട്. ഇപ്പൊ റീസെന്റ് 2 ദിവസം മുമ്പ് വന്ന ബൂംബാങ്ങിന്റെ വീഡിയോ, ക്രിസ്പി പോർക്ക് ബെല്ലി, പോർക്ക് സേഫ് ടു ഈറ്റ്, റെഡ് മീറ്റ് ഇൻഫ്ലമേഷൻ, ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ബൂംബാങ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോർക്ക് തിന്നരുത്, ഇതാണ് ആ ഒരു വീഡിയോന്റെ തംബ്നെയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ബൂംബാങ്ങിന്റെ ചാനലിൽ വരാറുണ്ട്. അതൊക്കെ കാണുന്നവരുമാണ്. മെജോറിറ്റി ആളുകളും അതിൽ ഹെയ്റ്റ് ഇടാറില്ല അല്ലേ? ഒരു പ്രത്യേകത തന്നെ എപ്പോഴും. ഇപ്പൊ ഫിറോസ് ചുട്ടിപ്പാറ പല ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അടിയിൽ കമന്റ് കാണും, എന്താടാ നീ ബീഫ് ഉണ്ടാക്കാത്ത, ബീഫല്ല പന്നി ഉണ്ടാക്കാത്ത, എന്താടാ നിനക്ക് പന്നി ഉണ്ടാക്കിയത്. ഫിറോസ് ചുട്ടിപ്പാറയ്ക്ക് അങ്ങനെ ഒരു ഹെയ്റ്റ് എല്ലാവരും കമന്റ് ബോക്സിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ പന്നി ഉണ്ടാക്കുന്ന ഒരാളടുത്ത് പോയിട്ട് അങ്ങനെ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഹെയ്റ്റ് ഇട്ട കമന്റ്സ് ഒന്നും ഞാൻ ഇതുവരെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആവശ്യമില്ല, ഞാൻ പറയാ ഇടേണ്ട ഒരു ചാൻസും ഇല്ല. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആ വീഡിയോയുടെ അടിയിൽ കുറെ പേര് മതം പറയുന്നുണ്ട്. പൊതുവെ നമ്മളെ സൊസൈറ്റിയിൽ എങ്ങനെയാ, പന്നി എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ എന്താ പറയാ, പന്നി കഴിക്കാൻ പാടില്ല, പന്നി ഇറച്ചി അങ്ങനെ എങ്ങനെയെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത് സുഡാപ്പിയാവും. ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളും കളിയാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിലും നമ്മളെ ക്ലോസ് ഇതിന്റെ സർക്കിളിന്റെ ഇടയിലൊക്കെ നമ്മളും എന്ത് ചെയ്യാറുണ്ട്, ഇതൊക്കെ പറയാറുണ്ട്. പറയാതിരിക്കലൊന്നുമില്ല, നമ്മളൊന്നും ക്ലീൻ അല്ല, ഞാനും അത് പറയാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് വിസിബിളി എന്ത് ചെയ്യില്ല, ഒരാളെ പറഞ്ഞ് ഹേർട്ട് ചെയ്യാറില്ല. ഒരാളെ പറഞ്ഞിട്ട് എന്താ നമ്മള് പറയുമ്പോ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും തമാശയാണ്. നമ്മള് തമാശയാണ്. ഇപ്പൊ ഞാൻ അധികം പറയല് സ്നേഹന്റെ കേസില്ല, ഓ ബീഫ് കഴിക്കില്ലല്ലേ. പിന്നെ ഇന്നലത്തെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടും കാണും. അതായത് നമ്മളിങ്ങനെ ബീഫ് ഓള് കഴിക്കാത്തോണ്ട് ഓളെ ഇട്ടിട്ട് വരട്ടും. പക്ഷെ ആരെന്ത് കഴിക്കണം വേണ്ട എന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ താല്പര്യമാണ്. ചിലർക്ക് മതത്തിൽ വിശ്വസിച്ചിട്ട് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചിട്ട് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം, കഴിക്കാതിരിക്കാം. അപ്പം എന്താ വെച്ചാൽ മതപരം എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ മതത്തിൽ കഴിക്കാൻ പറയണതും കഴിക്കാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ ബീഫൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിക്കാം, കഴിക്കാത്തവരും കഴിക്കണം. ഒരു മനുഷ്യന്റെ താല്പര്യം, അയാളുടെ ഇഷ്ടം, അയാൾക്ക് കഴിക്കാതിരിക്കുക, അയാൾക്ക് എന്ത് വേണേ അയാൾക്ക് ചെയ്യാം. പിന്നെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ വെച്ചിട്ട് കഴിക്കാതിരിക്കുക, അതും ഒരു പേഴ്സന്റെ താല്പര്യമാണ്. ഇന്നത് കഴിക്കണം കഴിക്കണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ഇന്നത് കഴിക്കണം, ഇന്ന ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറയുമ്പോഴത്താണ് പ്രശ്നം തുടങ്ങുന്നത്. ഇപ്പൊ എന്താണെങ്കിലും ബൂംബാങ്ങിന്റെ വീഡിയോ അതൊന്നും നമുക്ക് ആദ്യം എടുത്ത് കാണാം. കാരണം ബൂംബാങ്ങിന്റെ വീഡിയോയിൽ ഇപ്രാവശ്യം കമന്റ് സെക്ഷന്റെ അകത്ത് എന്താണ് വിഷയം, അതോ കമന്റ്സ് നോക്കാം. ആദ്യം കുറച്ച് കമന്റ്സ് നോക്കാം. ആദ്യത്തെ കമന്റ് അങ്ങേരനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നവീൻ ബ്രോ ഉളുപ്പ് ഒരു ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വർഗീയ കമന്റ് വന്നിട്ട് മൈൻഡ് ആക്കാത്ത നിങ്ങൾ, ഞാൻ ഇന്നലെ ഇട്ട കമന്റ് ഡിലീറ്റ് ആക്കിയത് എന്തേ? അതായത് വർഗീയ കമന്റ് വന്നു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ വർഗീയ കമന്റ് വരാനൊരു റീസൺ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സ് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ കമന്റ് ഡിലീറ്റ് ആക്കുന്ന വരും. ഇപ്പൊ ഇന്റെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ മതി, ഏതൊക്കെയോ ആൾക്കാർ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡിലീറ്റ് ആക്കാറില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ഒരു വട്ടം കമന്റ് റെസ്ട്രിക്ട് ചെയ്തൊന്ന് നോക്കി, അത് ഫ്യൂ ഹവേഴ്സ്. അതായത് ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഓപ്പൺ ആക്കി വിട്ടാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. ഈ ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് കമന്റ്സ് വരുമ്പോൾ ഒരേപോലുള്ള കമന്റ് സ്പാമിങ് ആകുമ്പോൾ അവരെന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും. ആ ഹോൾഡ് ചെയ്ത് വെച്ച സാധനം നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇട്ടു എന്ന് തോന്നും കമന്റ്, പക്ഷെ അത് യൂട്യൂബ് ഹോൾഡ് ആക്കുന്നതാണ്, കമന്റ് റെസ്ട്രിക്ഷൻ വരുന്നതാണ്. അപ്പോൾ വിചാരിക്കും ചാനലിന്റെ ഉടമ അത് ഡിലീറ്റ് ആക്കിയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് വീണ്ടും ചിലരൊരു ഐഡിയയും കാണിക്കും, എന്ത് ബാക്കിയുള്ളവരിലേക്ക് ഇവൻ കമന്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് കമന്റ് ഡിലീറ്റ് ചെയ്തില്ലടാ നീ എന്നും ചോദിക്കുന്ന ചില മഹാനായ വ്യക്തികളുണ്ട്. എന്താണെങ്കിൽ അത് പിൻ ചെയ്ത് അങ്ങേര് വെച്ചിട്ട് അതിനിടയിൽ അങ്ങേര് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. 1. For this video, I didn't delete any comments. 2. I usually never delete any comments.
3. Maybe if there are some really toxic, yes I do. ടോക്സിക് ആയിട്ടുള്ള കമന്റുകളാണ് ചെയ്യാറുണ്ട്. 4. Since your name itself I am toxic, you can repost your comments again. We all can have look. ഒന്നുകൂടി വേണമെങ്കിൽ ഞാനിപ്പോൾ കമന്റ് ഡിലീറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ, ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞു. ഉളുപ്പ് സ്വന്തം പേര് പോലും മാറ്റി കമന്റ് ഇടുന്ന നീയൊക്കെ ഉളുപ്പ് അളക്കാണോ സജി? അത്രേ ഉള്ളൂ. അതായത് ഇതിലും നല്ലൊരു റിപ്ലൈ ഇനി കൊടുക്കാനില്ല. ഞാൻ എന്റെ കമന്റ് ബോക്സിൽ പലപ്പോഴായിട്ട് ഞാൻ ഇതേ റിപ്ലൈ കൊടുക്കാറുണ്ട്. കാറിനകത്തിരുന്ന് മാത്രം സംസാരിക്കുമ്പോൾ നിനക്ക് വേറൊരു ഇതും, പുറത്തിറങ്ങുമ്പോൾ കമന്റ് ബോക്സിൽ വന്ന് സ്വന്തം ഐഡന്റിറ്റി പോലും ഇല്ലാതെ കാറിലിരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നിന്റെ ധൈര്യം എന്ന് ചോദ്യം ചെയ്യുന്നവരുടെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്റെ ഫോണിൽ ഈ കമന്റിൽ ഭയങ്കര മെസ്സേജ് വരുമ്പോൾ ഞാനത് ചില ആൾക്കാരെ പ്രൊഫൈലൊക്കെ എടുത്തു. ആ പ്രൊഫൈലൊക്കെ കണ്ടാൽ നമുക്ക് ചിരി വരും. ചില ആളുകൾ ദൈവത്തിന്റെ ഒക്കെ കാലിലങ്ങോട്ട് വീട് മരിക്കണവരൊക്കെയാണ് വായന്ന് വരുന്ന സാധനം അടിപൊളി. അതും പോട്ടെ, ഞാൻ ആലോചിക്കുന്നത് ബേസിക്കലി ഇന്നോട് കാറ് കയറുമ്പോ ധൈര്യം ഇല്ലേന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂരോട് പോയിട്ട് മതം ചോദിക്കുന്നവര് സ്വന്തം ഐഡന്റിറ്റി, സ്വന്തം പേര് പോലും ഫേക്ക് ചെയ്ത് വല്ല CR7 മെസ്സിന്റെ ഒക്കെ ഫോട്ടോ ഇട്ട് വരേണ്ട ഗതികേട് അതെന്തായാലും നമുക്കില്ല. അതുപോലെ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ കമന്റിലൊക്കെ. ഇപ്പൊ അവരവരെ വൈഫിനൊക്കെ ചേർത്ത് നിർത്തിയൊക്കെ വീഡിയോ ഇട്ടിട്ട് അതായത് അതെന്താ സംഗതി അറിയോ? ഏറ്റവും ഭീരുക്കളാണ് ജീവിതത്തിൽ ആ പരിപാടി കാണിക്കുന്നത്. നേരിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരിട്ടിട്ട് ഒരു വ്യക്തി പോലും ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെ കണ്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് പോവാന്നല്ലാതെ ഒരാള് വളരെ ഓപ്പൺ ആയിട്ട് പറയാലോ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇവൻ തിരിച്ചു വന്ന ആൾക്കാർ ഇനിയിപ്പോ നെഗറ്റീവ് ഇടുന്ന ആളുകളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന സമയത്ത് അവരെങ്ങനെ ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്യും, എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോ ആൾക്കാർ ചക്കര തേനെ പാലെന്ന് ഫോട്ടോ എടുക്കണം, പിന്നെ ധൈര്യം ഇല്ലാതെ വന്ന് കമന്റിൽ ഇടുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി ഞാൻ സ്റ്റിൽ പറയുന്നു, നല്ല മികച്ച PR ആണ് ചെയ്തോ. ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. ബാക്ക് ടു ദ കണ്ടന്റ്. ഉത്തരം സിമ്പിളാണ്. പുള്ളിയുടെ മത നിയമം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തി, ചീറ്റിപ്പോയി. വിദ്യാഭ്യാസമുള്ള വിവരദോഷികൾ ഹാർഡിനെ ചിന്നിട്ട് റെഡി ബൂം ബാക്ക്. അപ്പൊ ഇതിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്തോ മതം റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. അടുത്തൊരു കമന്റ്, പുള്ളി മദ്രസയിൽ നിന്നും MBBS എടുത്ത് ഞമ്മന്റെ ഡോക്ടറാണ് ഉള്ളായി. അടുത്തത് ഡോക്ടർ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് വരുന്നുണ്ട്. രണ്ടാൾക്കും അടിക്കുന്ന സാധനങ്ങൾ. അതായത് ഇതിനകത്ത് ചില ആളുകൾ ഇട്ട കമന്റ്സ് ഞാൻ ഇവിടെ നോക്കിങ്ങള. ഐ ആം എ മുസ്ലിം, ഞാൻ ഇതുവരെ പോർക്ക് കഴിച്ചിട്ടില്ല, കാരണം ചെറുപ്പം തൊട്ടേ പറഞ്ഞു കേട്ട ശീലിച്ചു പോയി എന്നു കരുതി നിങ്ങൾ കഴിക്കുന്നത് ആസ്വദിച്ച് കണ്ടിട്ടുള്ളൂ, അറിയാൻ മേല, ബട്ട് എന്നാലും ഒരിക്കൽ സാഹചര്യം വന്നാൽ കഴിച്ചു നോക്കും. ഐ ആം എ മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ് അവരിടുന്നത്. അതായത് നല്ല ഇൻഫർമേഷൻ പാസ് ചെയ്തു. ഇവരത് പറയുന്നത് ഞാനൊരു മുസ്ലിമാണ്, ബട്ട് ഈ കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. താങ്ക് യു. വളരെ ജെന്യൂൻ ആയിട്ടുള്ള മെസ്സേജസ് ആണ്. ഇഷ്ടംപോലെ കമന്റുകൾ അങ്ങനെയും വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി മതപരമായിട്ട് വളരെ ടോക്സിക് ആയിട്ടുള്ള കമന്റുകൾ വേറൊരു സൈഡിലാണ്. ഇനി ഇതിലൊക്കെ കാരണമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂം ബാങ്ങിപ്പോൾ ഞാൻ കാണിച്ച റീസെന്റ് ഇട്ട പോർക്ക് തിന്നരുത് എന്ന് പറഞ്ഞ വീഡിയോയുടെ വെരി ഫസ്റ്റ് ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഈ വീഡിയോ ആണ്. പോർക്കിറച്ചിയേക്കാൾ ഏറ്റവും നല്ലതാണ് മട്ടനും ബീഫും കഴിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പോർക്കിറച്ചി വളരെ ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ബ്ലോക്കുകൾക്ക് അല്ലെങ്കിൽ തൈറോയിഡ്, ഫാറ്റി ലിവർ, PCOD ഒക്കെ കാരണമാവുന്ന ഒരു കാര്യമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർക്കിന് മനുഷ്യ ശരീരം പോലെ തന്നെ ഒരൊറ്റ ആമാശയേ ഉള്ളൂ. പക്ഷേ ആടിനോ അല്ലെങ്കിൽ പശുവിനോ പോത്തിനോ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ 4 ആമാശയങ്ങളാണുള്ളത്. അതുകൊണ്ട് നീർക്കെട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഇറച്ചിയിലും കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? പോർക്ക് ഇതിന് മാത്രം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കണ ഒരു മൃഗമാണോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പോർക്കിറച്ചി ബീഫിനേക്കാളും ആടിനേക്കാളും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ലയോ എന്ന് നോക്കണേക്കാളും മുന്നേ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമുക്കൊരു പോർക്ക് കുക്ക് ചെയ്തിട്ട് തന്നെ തുടങ്ങാം. നമ്മൾ ഇന്ന് ഈസി ആയിട്ട് ഒരു ക്രിസ്പി പോർക്ക് ബെല്ലിയാണ് കേട്ടോ ചെയ്യണേ. പോർക്കിറച്ചിയേക്കാൾ നല്ലതാണ് മട്ടനും ബീഫും കഴിക്കുന്നത് എന്നാണ് പുള്ളി ആദ്യം പറയുന്നത്. അതായത് പോർക്കിറച്ചിനേക്കാളും നല്ലതാണ്. ഈ നല്ലതാണ് എന്ന് ഒരു ഭക്ഷണത്തിൽ പറയണത്, പ്രത്യേകിച്ച് ശാസ്ത്രം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടറായിട്ടുള്ള ഒരാൾ പറയണത് എന്ന് പറയുന്നത് ശരിയല്ല. അത് ആ ടെർമിനോളജി തെറ്റാണ്. നമുക്ക് പറയാം ന്യൂട്രീഷ്യസ്ലി റിച്ച് ആണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചു നോക്കാം ഏറ്റവും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മീറ്റ് ഏതാണെന്ന്. ശരി, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇൻട്രബിൾ സോഴ്സസ് നോക്കട്ടെ. Fatty meats. Researchers shows that fatty meats like beef, pork, lamb are associated with low grade inflammation. അല്ലേ, മീറ്റ് കഴിക്കുമ്പോൾ ഒരു ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. അതിൽ തന്നെ പ്രശ്നങ്ങൾ. അതിലെന്താ വന്നിട്ടുള്ളത്? ബീഫ് ഉണ്ട്, റെഡ് മീറ്റ് ആദ്യം ഉണ്ട്, ലാമ്പ് ഉണ്ട്,
പോർക്ക് ഉണ്ട്, ഇനി എന്താണ് പ്രോസസ്ഡ് മീറ്റ്, അതായത് സോസേജസ് ഉണ്ട്, ബേക്കൺ ഉണ്ട്, ക്യൂവേർഡ് മീറ്റ്സ് ഉണ്ട്, ഇതിലൊക്കെ സോൾട്ട് ഉണ്ട് കൂടുതൽ, പ്രിസർവേറ്റീവ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററിയിൽ വരുന്നുണ്ട്. എന്ന് കൂടാതെ കൂടുതലായിട്ട് ചോറുന്നത്, മറ്റേ നമ്മുടെ പഞ്ചസാര എടുക്കുന്നത്, ഇതെല്ലാം ഇൻഫ്ലമേഷൻ്റെ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിയൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ നമ്മൾ കൂടുതൽ എടുക്കുന്നത്, ഇതൊക്കെ അസോസിയേറ്റഡ് ആണ്. വൈ ഓൺലി പോർക്ക്? അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ഇനി ശരിക്കും മീറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമോ എന്നുള്ളത് പുതിയ സ്റ്റഡീസ് എടുത്ത് നോക്കണം. 2023 ഞാൻ ചെറിയ ആർട്ടിക്കിൾ വായിക്കാം, എൻ്റെ ഒരു ഭാഗം ഇട്ടാ. ദി റിസർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് വെൻ അഡ്ജസ്റ്റഡ് ഫോർ ബോഡി മാസ് ഇൻഡെക്സ് BMI, the intake of unprocessed and processed red meat like beef, pork, lamb was not directly associated with any markers of inflammation. എഴുതിയിട്ടുണ്ട്. ന്യൂ സ്റ്റഡീസ് വരുന്നുണ്ട്. ആക്ച്വലി മീറ്റ് അല്ല, എന്താ പറയുക, നമ്മുടെ ആർത്രോസ്ക്ലിറോസിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കണേ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണേ, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കണേ എന്നുള്ളതിൻ്റെ ന്യൂ സ്റ്റഡീസ് വരുന്നുണ്ട്. നത്തിങ് ടു ഡു വിത്ത് മീറ്റ്. ഓക്കെ, അപ്പോൾ ബൂം ബാങ്കിന്റെ വീഡിയോയിൽ ബൂം ബാങ്ക് കാണിക്കുന്നത് ഒരു ഡോക്ടറിന്റെ വീഡിയോ ആണ്. ഓക്കെ, സിവ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ അതൊരു ഡയറ്റ് സംബന്ധിച്ചുള്ള ഒരു ഇതാണ്. ഞാൻ ആ ഡയറ്റ് ചെയ്തിട്ടുണ്ട്. ജിത്തുവായി ആ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ആ ഡയറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഹമീദ് എങ്ങാണ്ടാണ് അങ്ങേരെ പേര്. എന്താണെങ്കിലും ആ വ്യക്തിയുടെ വീഡിയോനകത്ത് പോർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ വരാൻ ചാൻസസ് കൂടുതലാണ്. സോ പോർക്കിനേക്കാൾ നല്ലത് ബീഫാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ വീഡിയോ ഇട്ടിട്ടുള്ളത്. ബൂം ബാങ്ക് കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. മലയാളത്തിൽ ഞാൻ പറയുമ്പോൾ ബൂം ബാങ്ക് അല്ലാതെ വേറെ ഒരു കുക്കിംഗ് ചാനലും എന്തില്ല ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ല. ആൻഡ് മാൻ ബൂം ബാങ്ക് കൊടുത്ത റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇയാളെ നമ്മളെ പണ്ട് ബയോളജി ക്ലാസ്സിലും ഞാൻ ഇന്ന അനാട്ടമി ബോഡി അനാട്ടമി എന്നൊക്കെ പഠിച്ച സമയത്ത് അവിടെയൊക്കെ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വേറെ ഈ ഫോണിൽ വീഡിയോ പണിയിട്ട് ഞാൻ എവിടെയെങ്കിലും സ്റ്റെപ്പ് വെച്ചിരുന്നു പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലായില്ല. കാരണം അത്രയും ഇതായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പിന്നെയും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരുപാട് പ്രാവശ്യം കണ്ടൊക്കെ മനസ്സിലാക്കി. മാത്രമല്ല എനിക്ക് ഭയങ്കര കറക്റ്റായിട്ട് നല്ല അടിപൊളി ഒരു ബയോളജി ലെക്ചർ എടുത്ത് തരുന്ന ക്ലാസ്സിലിരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. ഇവിടെ ജിത്തുഭായി പറഞ്ഞൊരു ഒരു കാര്യം ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാം. പക്ഷെ ബൂം ബാങ്കിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെരി പ്രിസൈസ് ആണ്. ഭയങ്കര ഒരു സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് ഒരാൾ സർജറി ചെയ്യുമ്പോഴുള്ളൊരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, അതേപോലെ ആണ്. ആൾക്ക് പറയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് നല്ല പഠിച്ച് ചെയ്തൊരു വീഡിയോ. ഒരു ഡോക്ടറാണോ ഞാൻ പോയ സമയത്ത് സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഞാൻ പോയ സമയത്ത് ഇങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല ഞാനൊന്നും. സംഗതി ഇങ്ങനെ പക്ക സാധനം. അതും എങ്ങനെ അറിയോ, ആദ്യം ഒരു എന്താ പറയുന്നു, പോർക്കിന്റെ കാര്യം പറയുന്നു, ബീഫിന്റെ കാര്യം പറയുന്നു, എല്ലാ ജീവികളും, ബേർഡ്സിനെ കുറിച്ച് പറയുന്നു, റാബിറ്റിനെ കുറിച്ച് പറയുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ആ സാധനം ആളുകളിലേക്ക് പ്രസന്റ് ചെയ്യുന്നു. പിന്നെ എന്താ പറയുക, പല ആളുകൾക്കും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആവില്ല കേട്ടിരിക്കാൻ. പക്ഷെ ഈ മാത്രമായതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടിരുന്നത്, എന്താ പറയണമെന്ന് കണ്ടിരുന്നത്. അപ്പൊ ആ ഡോക്ടറിന്റെ വീഡിയോയിൽ ഡോക്ടർ പറഞ്ഞത് റെഫറൻസ് വെച്ചിട്ടാണ് ബൂം ബാങ്ക് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കാരണം കൊണ്ടാണ് ആ ഡോക്ടർക്ക്, ഞാൻ ഒരു കാര്യം പറയാം, ആ ഡോക്ടർ വന്ന് ബീഫിന്റെയും പോർക്കിന്റെയും കാര്യത്തിൽ, ഇൻഫ്ലമേഷന്റെ കാര്യത്തിലൊക്കെ സംസാരിച്ചത് അങ്ങേര് ഓൾറെഡി ഡയറ്റ് പ്ലാൻ ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ അങ്ങേർക്ക് ഒരു റിപ്ലൈ കാണുമല്ലോ. ആ റിപ്ലൈ കൂടി കണ്ടിട്ട് നമുക്ക് ബൂം ബാങ്കിന്റെ എന്ത് ചെയ്യാം, 2 വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാം. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ബൂം ബാങ്കിന്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് ആ ഡോക്ടറിന്റെ കണ്ടാൽ ചിലപ്പോൾ അത് കത്തണമെന്നില്ല. ബൂം ബാങ്കിന്റെ ഈ ഒരു വീഡിയോന്റെ പോർഷനും ഇനി അതിന് ആ ഡോക്ടറുടെ റിപ്ലൈയും കൂടി കൂട്ടി വായിച്ചാല് ചിലപ്പോൾ കണക്ട് ഉള്ളു. അവിടെ അതാ ഞങ്ങളോട് പറഞ്ഞ ആദ്യം ഒരു കാര്യമുണ്ട്, ഞാൻ ഡോക്ടർ കൊടുത്തുള്ള റിപ്ലൈ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ ഡോക്ടർ കൊടുത്ത റിപ്ലൈന്റെ ഒരു മേജർ പോർഷൻ ഞാൻ ഇപ്പൊ പ്ലേ ചെയ്ത് തരാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞുള്ളൂ നേരത്തെ ബൂം ബാങ്ക് പറഞ്ഞപ്പോ ചില ടെക്നിക്കൽ ടേംസും ചില മറ്റേ മെഡിക്കൽ ടേംസും മനസ്സിലായില്ല എന്നുള്ളത്. ഇതൊന്ന് കാണിട്ട് ഞങ്ങള്. അപ്പോൾ വലിയൊരു വിമർശനം എന്ന് പറയുന്നത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ എൻ്റെ മതത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായും എൻ്റെ മതം അങ്ങനെ പറയുന്നുണ്ട്, ഞാനതിൽ വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പ്യുവർ ആൻഡ് പ്യുവർ സയൻസ് വെച്ച് മാത്രം, ഞാനത് മാത്രമേ എൻ്റെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അത് കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ബീഫാണെന്നാണ് പറഞ്ഞത്. ഇൻഫ്ലമേഷൻസ് എന്തായാലും കുറവ് തന്നെ ആയിരിക്കും. നവീൻ സാർ ചെയ്ത പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നില്ല, ഓരോരോ കാര്യങ്ങളും എടുത്ത് പറയുന്നില്ല, വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുള്ളൂ. മാത്രമല്ല നവീൻ സാർ പറഞ്ഞ ഒരു കാര്യം, സയന്റിഫിക് വേർഡ്സ് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. എനിക്കതൊരു വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും സാധാരണക്കാരാണ്. അപ്പോൾ കടിച്ചാൽ പൊട്ടാത്ത വലിയ വലിയ സയന്റിഫിക് ടേംസ് യൂസ് ചെയ്ത് അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഓരോ വിഷയങ്ങളുടെയും ഒരു സത്ത് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ കണ്ടന്റ് മാത്രം അറിയിച്ചു കൊടുക്കുക എന്നുള്ളതുള്ളൂ.
ഓക്കെ, ഇതാണ് ഡോക്ടറിന്റെ റിപ്ലൈന് തുടക്കത്തിൽ ഈ ഡോക്ടർ പറയുന്നത്. പക്ഷെ ഡോക്ടർ ഹമീദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡോക്ടറായിട്ടിരിക്കുമ്പോൾ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുമ്പോൾ കാണുന്ന വ്യൂവേഴ്സിന് ഇപ്പോൾ ഇത് കടിച്ചാൽ പൊട്ടാത്ത ടേമായിട്ട് തോന്നാം. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കുള്ളാവുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഒരു ഡോക്ടറായി നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്രിസ്പായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഡോക്ടർ മനസ്സിലൊന്നും കൂടി വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. പക്ഷെ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ, ഒരു ഡോക്ടർ വന്നിട്ട്, ഒരു ക്വാളിഫൈഡ് പേഴ്സൺ വന്നിട്ട് പറയുകയാണ്, ബീഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീറ്റോ നിങ്ങൾ കഴിച്ചോ, പോർക്കിന് ഇൻഫ്ലമേഷൻ കൂടാൻ ചാൻസ് എന്ന് പറയുമ്പോൾ ആളുകളിലേക്ക് ഇൻഡയറക്ട്ലി പോകുന്ന ഒരു മെസ്സേജ് എന്താ? ഇങ്ങനെ അത് വാണ്ടഡ്ലി അല്ലെങ്കിൽ പോലും ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് പറയുമ്പോ കഴിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കേൾക്കുന്ന ആളുകൾ. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതില്. ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഡോക്ടർ ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് സംസാരിക്കാറ് എന്നുള്ളത്. ഇപ്പൊ ഡയറ്റ് പ്ലാൻ ഞാൻ എടുത്തുള്ളതെന്ന് പറഞ്ഞു, അപ്പൊ ആള് നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര ഇതിന്റെ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടാണ് നമുക്ക് ഡയറ്റ് പ്ലാനുകളും കാര്യങ്ങളും റിസൾട്ടുകളും അതുകൊണ്ടാണ് വരുന്നത്. പക്ഷെ അവിടെ എന്താ പറയുക സീന്, അത് ഡയറ്റ് പ്ലാനും സാധനത്തിലും ആകുമ്പോൾ കോമൺ ഒരാൾക്ക് മനസ്സിലാവും, സാധാരണക്കാരന് മനസ്സിലാവും പറയാം. ഡോക്ടറെ വ്യൂവേഴ്സ് അങ്ങനത്തെ ആളുകളായിരിക്കും എന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടുത്തെ സീൻ എന്താ പറ്റിയെച്ചാൽ, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു മീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബൂംബാങ് ആ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറെ ടേംസ് ഒന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ വേ ഓഫ് പ്രസന്റേഷനും അതിന്റെ എക്സ്പ്ലനേഷനും കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായോ, പോർക്ക് അത്ര ഡേഞ്ചർ അല്ല. പക്ഷെ ഡോക്ടർ ഈ സാധനം സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തപ്പോൾ നിങ്ങൾ ബൂംബാങ്ങിന്റെ വീഡിയോ ഇപ്പൊ വന്നില്ല എന്ന് വിചാരിച്ചു. ഈ ഡോക്ടറെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ, അയാളുടെ ഡയറ്റ് പ്ലാൻ എടുക്കുന്ന ഒരാളാണ്, നമ്മൾ പോർക്ക് അവോയ്ഡ് ചെയ്യില്ലേ? അത് തീർച്ചയായിട്ടും ഇല്ലേ? അതാണ് അവിടുത്തെ പ്രശ്നം. അതായത് വളരെ സിമ്പിൾ ആയിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്യാതെ പറയുമ്പോൾ അവിടെ വിഷയം പറ്റുക എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ വളരെ മിസ്ലീഡിങ് ആയിട്ട് പോകും. അതായത് ഈ ഡോക്ടർ ഇതിൽ പോർക്ക് ഉപയോഗിക്കണ്ട എന്ന് വായോണ്ട് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ. പിന്നെ പക്ഷേ ഡോക്ടർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർക്കിന്റെ കാര്യം എങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ആ പോർക്കിൽ സ്ട്രെസ് ചെയ്ത് നിന്ന് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി സംസാരിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പം ബൂമാങ്ങിന്റെ വീഡിയോ വന്നപ്പോഴാണ് സംസാരിച്ചത്. പക്ഷെ ആ സംസാരിച്ചപ്പോഴും ഒരു സീനുണ്ട്, അത് നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോയുടെ പോർഷൻ കാണിച്ചില്ല, കാരണം അങ്ങനെ ഫുള്ള് വീഡിയോയിൽ പിന്നെ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ, ആ പറയുന്ന കാര്യങ്ങളിൽ ബൂംബാങ് പറഞ്ഞതിലും ഈ ഡോക്ടർ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിലും ബൂംബാങ്ങിന്റെ വീഡിയോ കൃത്യമായിട്ട് ഡോക്ടർ അനലൈസ് ചെയ്തില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡോക്ടറിന്റെ വേറൊരു വീഡിയോ, അതായത് ഈ വീഡിയോന്റെ നെക്സ്റ്റ് പോർഷൻ ഞാനിവിടെ വയ്ക്കാം. ഈ വീഡിയോയുടെ നെക്സ്റ്റ് പോർഷൻ, അതായത് ഇതിന്റെ ബാക്കി പോർഷൻ. ഈ പന്നിയെ കുറിച്ച് പറഞ്ഞത് മോണോഗാസ്ട്രിക് ആണ്, എന്ന് വെച്ചാൽ ഒറ്റ ആമാശയം. ഈ ഒറ്റ ആമാശയം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഹോമോ ലിപ്പോയിഡ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ആണ്. എന്ന് വെച്ചാൽ ഇവരെന്ത് കൊഴുപ്പ് കഴിച്ചാലും ആ കൊഴുപ്പ് അത്രയും സിമിലർ ആണ്, കഴിക്കുന്ന കൊഴുപ്പിനോട് സിമിലർ ആണ് ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പുകൾ. അതിൽ രൂപമാറ്റം വലിയ വ്യത്യാസങ്ങളോ വരുന്നില്ല. പക്ഷേ പശുവിൽ അങ്ങനെയല്ല, അവർ കഴിക്കുന്ന കൊഴുപ്പുകളും കഴിക്കുന്ന ഭക്ഷണങ്ങളും നന്നായി രൂപമാറ്റം വന്നിട്ടാണ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് കൊഴുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കൊഴുപ്പാണ് ശരിക്കും ഇതിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, റിഫൈൻഡ് ഓയിൽസ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സീഡ് ഓയിൽസ് കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇതിലേറ്റവും കൂടുതലുള്ളത് ഒമേഗ 6 എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഒമേഗ 6 എന്ന് പറയുന്നതും ഒമേഗ 3 എന്ന് പറയുന്നതും ഒരേ അളവിലായിരിക്കണം, 1:1 റേഷ്യോ. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, വീക്കമോ ഇൻഫ്ലമേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ, മുറിവോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇൻഫ്ലമേഷൻസ് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തെ അറിയിക്കാനും പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് റിപ്പയർ നടത്താനും ഈ ഒമേഗ 6 എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പോൾ ഈ ഒമേഗ 6 ശരീരത്തിൽ ഉണ്ടാവണം, പക്ഷെ അതേ അളവിൽ തന്നെ ആയിരിക്കണം ഒമേഗ 3 ഉണ്ടാവുന്നത്. ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ, ആ ഒരു റിപ്പയർ നടന്നു കഴിഞ്ഞാൽ ഈ ഒമേഗ 3 പോയി അവിടെ ഇൻഫ്ലമേഷൻ നിർത്തും, നീർക്കെട്ട് നിർത്തും. പക്ഷേ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിലാണെങ്കിലും ഈ പറയുന്ന പോലെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് ഫാം ചെയ്യുന്ന ആനിമൽസിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒമേഗ 6 ഒമേഗ 3 റേഷ്യോയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്. ഇങ്ങനെ ഒമേഗ 6 ഒമേഗ 3 റേഷ്യോ ഈക്വൽ ആയിരിക്കണം. ഇതെന്നാണോ മാറുന്നത്, അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മളത് കഴിച്ചാൽ നമുക്കും അത് തീർച്ചയായും ഉണ്ടാകും. പന്നികൾക്ക് എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ മോണോഗാസ്ട്രിക് ആണ്, ഒറ്റ ആമാശയമുള്ളൂ. ആ ആമാശയത്തിലൂടെ ഇവർ കഴിക്കുന്ന കൊഴുപ്പുകൾ തീർച്ചയായും ശരീരത്തിലും അതേപോലെ പ്രതിഫലിക്കും. ഫാമിങ് നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, മറ്റുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഒമേഗ 3 ഹൈ ആയിട്ടുള്ള ഫീഡുകളാണ് കൊടുക്കുന്നത്, മറ്റുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നൈട്രൈറ്റ്സ് യൂസ് ചെയ്യുന്നില്ല, നല്ല ക്ലീൻ സ്പേസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള നല്ല എൻവയറമെൻറ്റിൽ വളർത്തുന്ന പന്നിയാണെങ്കിൽ ഓക്കെ, അത്ര വലിയ ഇഷ്യൂസ് ഉണ്ടാകില്ല. പക്ഷേ നമ്മുടെ കോമൺ ആയിട്ട് കാണുന്നത് അങ്ങനെയല്ല. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയും അത് ലാഭകരമല്ല. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത് എന്താണ്,
മറ്റുള്ള വേസ്റ്റുകൾ എടുത്ത് മറ്റുള്ള ഇൻഡസ്ട്രീസിൽ നിന്നുള്ള വേസ്റ്റുകൾ എടുത്താണ് അതിന് ഫീഡ് ചെയ്യുന്നത്. അതല്ല ഒന്നുകൂടി നല്ല ഫാർമാണെങ്കിൽ ധാന്യങ്ങളാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ അതെൻ്റെ പരിചയത്തിലുള്ള പലരും നടത്തുന്നുണ്ട്. അതേപോലെ ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് നിന്നും വേസ്റ്റുകൾ അങ്ങോട്ടാണ് പോയിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിചയത്തിൽ ഇത് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതായിരുന്നു ഡോക്ടർ ആദ്യം പോർക്കും പശുവും ബീഫൊക്കെ പറയുമ്പോൾ പറയേണ്ടിയിരുന്നത് ഇതായിരുന്നു. അതായത് നല്ല ക്വാളിറ്റി ഫാമിൽ നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് നല്ല അറ്റ്മോസ്ഫിയറിൽ വളർത്തുന്ന ഒരു പോർക്ക് മീറ്റ് നിങ്ങൾക്ക് കഴിക്കാം. അൺഹെൽത്തി ആയിട്ട് പോർക്കിനെ വളർത്തി വളരെ മോശം ഒരു സിറ്റുവേഷനിൽ വേസ്റ്റ് ഫുഡ് കൊടുത്ത് വളർത്തുന്ന ഒരു പോർക്ക്, അങ്ങനെ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ വളരെ മോശപ്പെട്ട ഒരു സാധനം വാങ്ങി കഴിച്ചാൽ അത് മോശമാണ്. അത് പോർക്ക് മാത്രമല്ല, അത് ബീഫാണെങ്കിലും കോഴിയാണെങ്കിലും മീനാണെങ്കിലും. നമ്മൾ ചില കോഴിക്കടയിൽ കണ്ടില്ല അസുഖം പിടിച്ച കോഴിയും കാര്യങ്ങളൊക്കെ, അത് കഴിച്ചു കഴിഞ്ഞാൽ കോഴി കഴിച്ചാലും അങ്ങനെ. അപ്പൊ അതായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങേര് അത് പറയുന്നതിന് പകരം അങ്ങേര് ആദ്യം വന്നിട്ട് എന്ത് ചെയ്തു, വളരെ സിമ്പിൾ ആയിട്ട് പോർക്കിനേക്കാൾ നല്ലത് ഇതാണല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് പോകുമ്പോ ഇങ്ങേരുടെ പേരും ഈ പറഞ്ഞ മതം എലമെന്റും ഒക്കെ കൂട്ടി വായിക്കാൻ ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. ആ സൊസൈറ്റി അത് അങ്ങനെ വായിക്കുള്ളൂ. ബൂംബാങ്ങിന് ഞാൻ പറയാം, ബൂംബാങ് അടക്കം ഈ വീഡിയോ, അതായത് ഈ വ്യക്തി ഇട്ട ആദ്യത്തെ 1 മിനിറ്റ് റീലില് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ കംപ്ലീറ്റ് സാധനം പോർക്ക് അത്ര മോശമല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കാരണം ആദ്യം ചെയ്ത ആ ഒരു 60 സെക്കൻഡിൽ എക്സ്പ്ലനേഷൻ അല്ല ഉണ്ടായിരുന്നത്, ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് പോക്കേണ്ടായിരുന്നുള്ളൂ. ആസ് എ ഡോക്ടർ നിങ്ങൾ ഇപ്പൊ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ബൂംബാങ് ആണെന്നുണ്ടെങ്കിലും എഗ്രി ചെയ്യുക. ഓക്കെ, ഇത് എഗ്രി ചെയ്യുള്ളൂ എന്ന് പറയാൻ കാരണം ഈവൻ ബൂംബാങ്ങിന്റെ വീഡിയോയിലും ബൂംബാങ് എന്ത് കാണിക്കുന്നുണ്ട്, ഈ ഫാമിങ്ങിന്റെ കാര്യം നല്ല രീതിയിൽ വളർത്തുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബൂംബാങ് പറയുന്നുണ്ട്. അപ്പൊ ബൂംബാങ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് ആളുകളിലേക്ക് എന്ത് കൊടുക്കേണ്ടിയിരുന്നത്, ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടിയിരുന്നു. അത് ബൂംബാങ് പറഞ്ഞത് ഞാൻ അവിടെ വെക്കാം. കേൾക്കണമെന്നാകെ എന്താ വിചാരിച്ചിട്ടുള്ള രണ്ട് കാര്യമുള്ളൂ. പോർക്ക പൊങ്ങി തുടണ്ട. ഓക്കെ, ഞാനത് പറയുന്നതിനെ കൂടുതൽ ഒരു കാര്യം പറയാം. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഗ്രാസ് ഫെഡ് അതുപോലെ തന്നെ ഗ്രെയിൻ ഫെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാം അല്ലേ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുതലേ പശു പുല്ല് എന്ന് വളർന്ന ജീവികളാണ്. അല്ല വെച്ചെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇവരുടെ ഹാബിറ്റേറ്റിൽ ജീവിച്ചതാണ്. ഇന്ന് നമ്മൾ അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനെ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ നമ്മുടെ ആവശ്യത്തിനുള്ള അനിമൽസിനെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പണ്ട് കാട്ടിൽ കണ്ടിരുന്ന ആ കാടൻ അനിമലല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി മറിച്ച് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ള പശുവും മാടും പന്നിയാണ് ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ യോർഷ എന്തെങ്കിലും ആവട്ടെ, ഈ പന്നീനെ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ പന്നികൾക്ക് നമ്മൾ അല്ലെങ്കിൽ ആ പശുവിന് അല്ലെങ്കിൽ ആ കോഴിക്ക് നമ്മൾ ശരിക്കും കൊടുക്കേണ്ട ഭക്ഷണത്തിന് പകരം ഈ പെല്ലറ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ എന്താ കറക്റ്റായിട്ട് പ്രോട്ടീനും ഷുഗറും ഒക്കെ കയറ്റി. അപ്പോൾ ഈ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പശുവിന് ഇത്ര പാടൊന്നും പെടണ്ട, പെട്ടെന്ന് ഇവരുടെ ഡൈജഷനും അബ്സോർഷനൊക്കെ നടക്കും. അതുകൊണ്ട് തന്നെ നല്ല ഫാറ്റ് ഉണ്ടാവും, പെട്ടെന്ന് എക്കണോമിക്കലി ഭയങ്കര ഈസിയാണ് ഇതിനെ എന്താ പറയുക ഈൽഡ് എടുക്കാനായിട്ട്, കൃഷി ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. മറ്റേത് ഒരുപാട് സ്ഥലം വേണം. രണ്ടിനും അതിൻ്റെതായ പ്രോസും ഉണ്ട് ക്രോസും. എന്താ കൊണ്ട് ഇങ്ങനെ വരുന്നേ, ക്രോസും ഉണ്ട് പ്രോസും ഉണ്ട്. അവിടെ എന്താണ് വരുന്നത് വെച്ചെങ്കിൽ, ഇത്തരത്തിലുള്ള പശുവിന് അല്ലെങ്കിൽ പന്നിക്ക് നമ്മൾ പെല്ലറ്റോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളോ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഇവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇൻഫ്ലമേഷനുള്ള ജീവികൾ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് സയൻസ് റിസർച്ച് ചെയ്യട്ടെ, ആ റിസർച്ച് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് വരട്ടെ. ആൻഡ് അവർ സ്പഷ്ടമായിട്ട് പറയട്ടെ, ഇങ്ങനെ ഗ്രാസ് ഫെഡിന് പകരം ഗ്രെയിൻ ഫെഡ് ചെയ്തിട്ടുള്ള പന്നിക്കും പശുവിനും കോഴിക്കും ഇന്ന പ്രശ്നം ഉള്ളത് കൊണ്ട് നിങ്ങളിത് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയേണ്ട കാര്യമാണ്. അത് പന്നിക്ക് മാത്രമാണോ പ്രശ്നങ്ങൾ? അല്ല, പശു പുല്ല് തിന്നിരുന്ന ജീവിയല്ലേ. ആ പശുവിന് നിങ്ങൾ പെല്ലറ്റല്ലേ കൊടുക്കണത്? ആടിനും അതല്ലേ ചെയ്യണ്? പശു കാട്ടിൽ മറ്റേ കാടിവെള്ളം കുടിച്ചിട്ടാണ് ജീവിച്ചായിരുന്നു? അല്ല, പായസം വരെ തിന്നണ പശു. ഇപ്പോൾ ആ പശുവിന് അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ ഇല്ലേ? ഉണ്ട്. ആടിനില്ലേ ഇൻഫ്ലമേഷൻ? ഉണ്ട്. പന്നിക്കില്ലേ? ഉണ്ട്. കോഴിക്കില്ലേ? ഉണ്ട്. കോഴിനി പശുവിനി ആടിനി അവിടെ വെച്ചിട്ട് പന്നീനെ മാത്രം അതൊന്ന് സെഗ്രിഗേറ്റ് ചെയ്യരുത്. ഓക്കെ, ഇതാണ് കൃത്യമായി. അതായത് ഡോക്ടർ റിപ്ലൈ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ ബൂംബാങ് വീഡിയോയിൽ കൃത്യമായിട്ട് ഗ്രെയിൻ ഫെഡും ഗ്രാസ് ഫെഡും ഇതിനെ വളർത്തുന്ന സാഹചര്യത്തിൽ ഇതിന് വരുന്ന അഡാപ്റ്റേഷൻസും അതിൽ വരുന്ന പ്രശ്നങ്ങളും അതിലൊക്കെ സ്റ്റഡി നടത്തണമെന്നും ആ സ്റ്റഡീസിന്റെ ബേസിസിൽ വേണം ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാനും
എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ആയിരുന്നു ഡോക്ടർ വീഡിയോ ഇട്ടെന്നുണ്ടെങ്കിൽ. അല്ല ഇവര് പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ മനസ്സിലാകണമെന്ന് വെച്ചാൽ വളരെ മോശം സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാവണ എന്ത് സാധനം കഴിച്ചാലും അത് പച്ചക്കറി കഴിച്ചാൽ പോലും നമുക്കത് വളരെ ഓപ്പോസിറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. നല്ല സാഹചര്യങ്ങൾ വരുന്ന സാധനം കഴിക്കുമ്പോൾ അതിനനുസരിച്ച് വൃത്തിയായി സൂക്ഷിക്കാത്ത ഒരു എൻവയോൺമെന്റിലെ കാറ്റ് പോലും എയർ പോലും ശ്വസിച്ചാൽ നമുക്ക് പണിയാണ്. ഓക്കെ, അപ്പോൾ വൃത്തിയുള്ള സാഹചര്യങ്ങളിലുള്ള മീറ്റോ വെജിറ്റബിൾസോ കഴിക്കുന്ന സാധനങ്ങൾ മാക്സിമം വാങ്ങി കഴിക്കുക. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, പ്രോസും ക്രോസും ഉണ്ട്. അതൊക്കെ ഫുള്ളായിട്ട് പഠിച്ചിട്ട് കഴിക്കാൻ പോയാലും ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് പ്രശ്നമായിരിക്കും. അയ്യോ ഇതൊക്കെ നോക്കി ഭയങ്കര കോൺഷ്യസ് ആവും നമ്മൾ ഇന്നെ കൊണ്ട് നടക്കില്ല. കാരണം ഞാൻ ലൈഫിൽ അങ്ങനെ ലൈഫ് സ്റ്റൈലുള്ള ഒരാളാണ്. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് നല്ലത് കഴിക്കാൻ, നല്ല സ്ഥലത്ത് നിന്ന് കഴിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. നടക്കാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താ, അത് കഴിക്കുക, ഉണ്ടായിരിക്കുക, ഇത്രയും നടക്കും. പക്ഷെ ഇതൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇതിൽ മതം എലമെന്റ് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഈ ഡോക്ടറും കൊണ്ടുവന്നിട്ടില്ല. രണ്ടുപേരും ഡോക്ടർ ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല ഡോക്ടർ അതിൽ മതം എലമെന്റ് കൊണ്ടുവന്നിട്ടില്ല. ഡോക്ടർ ഇതിന് ഇത് മറുപടി കൊടുക്കുന്ന സമയത്തും സിമ്പിൾ ആയിട്ടാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു പോയിട്ടുള്ളൂ. പക്ഷെ അതിൽ കൃത്യമായ സ്റ്റാൻഡും പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ഞാൻ മതവിശ്വാസിയാണ്, മതപരമായ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാനിത് മതം വെച്ച് പറഞ്ഞതല്ല. ഈവൻ ബൂം ബാങ്കിന്റെ വീഡിയോ പറയുന്ന സമയത്താണെങ്കിലും മതം പറഞ്ഞിട്ടില്ല, സംഭവം എവിടെ മതത്തിന്റെ കാര്യമേ ഉണ്ടില്ല. ബൂം ബാങ്ക് ആകെ പറഞ്ഞത് കേട്ടോ. ഈ ലാമ എന്നൊക്കെ, ഈ ലാമല്ലേട്ടാ, ലാമ എന്ന് പറഞ്ഞ ജീവിയൊക്കെ സ്യൂഡോ റൂമിനൻസ് ആണ്. ദേ ഓൾ അഡാപ്റ്റഡ് ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഇതിനെല്ലാത്തിനും ഒരു പേജിലേക്ക് കൊണ്ടുകെട്ടരുത്. പന്നീനെ പറയുമ്പോൾ പന്നീരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അല്ലാതെ പന്നി ഈ സാധനം കഴിച്ചത് കൊണ്ട് പശുവിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ല പന്നിക്കുള്ളത്, അതുകൊണ്ട് പന്നിക്ക് ഇൻഫ്ലമേഷൻ വരുന്നു, അതുകൊണ്ട് PCOD ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയരുത്. ഇൻഫ്ലമേഷൻ വരാൻ പന്നിക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. ഇന്ന കാരണങ്ങളാലാണ്. ഇപ്പോൾ പന്നിക്ക് ടാപ്പ് വേം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ പന്നി കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ഇതങ്ങനെയല്ല. ഒരിക്കലും ഡൈജഷനിൽ നിങ്ങൾ അല്ലെച്ചെങ്കിൽ അബ്സോർപ്ഷനിൽ ഫിൽട്രേഷനൊന്നും ഒരു സയൻസ് പഠിച്ച ആൾ പറയാമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പോയിന്റാണ്. ആൻഡ് ദ ലാസ്റ്റ്, നീർക്കെട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഇറച്ചിയിലും കുറവാണ്. അതുകൊണ്ട് നീർക്കെട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഇറച്ചിയിലും കുറവാണ്. ഏതിൽ? പശുവിൽ. നമോ ഭാഗം പരിപാടി. ഇതിലെവിടെയും ബൂംബാങ് എന്ന് പറഞ്ഞില്ല ഈ വ്യക്തിയുടെ മതം കൊണ്ടുവന്നിട്ടില്ല. ബൂംബാങ്ങിന്റെ വീഡിയോസ് മുന്നേയും കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ആളെ ഒരു സംഭവങ്ങൾ ദൈവവിശ്വാസി അല്ല, ഇങ്ങനത്തെ ശാസ്ത്രത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. മുന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ആളങ്ങനെ പറയില്ല. അപ്പൊ അങ്ങനെ പറയില്ല എന്നുള്ള സാഹചര്യം ഒന്ന്. ബൂംബാങ് മതം പറഞ്ഞിട്ടില്ല, ഡോക്ടർ മതം പറഞ്ഞിട്ടില്ല. പക്ഷെ പോർക്ക് ബീഫ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ ലൈക്ക് ഈ ട്രോളും കമന്റ്സും എല്ലാം കണ്ട്, പിന്നെ ഇവിടുത്തെ കോമഡികളൊക്കെ കണ്ട്, പിന്നെ ഇവിടെ കുറെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് പോത്ത് പശു എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോത്ത് പശു പന്നി എന്ന് പറയുമ്പോഴത്തേക്ക് കട്ട വെട്ടിട്ട് വെട്ടും ടിക്കൂട്ട് തിരിച്ചിട്ട് കമന്റ് ബോക്സിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവുകയാണ്, തല്ലുകൂടെ അടിപിടി ഉണ്ടാക്കാൻ. ഫണ്ണിനാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഞാൻ പറഞ്ഞല്ലോ ആരും ഫണ്ണ് പോലെ പറയാത്ത ആളുകളൊന്നും അല്ല. ഫണ്ണ് മതി. പക്ഷെ അത് എവിടെ എപ്പോ ആരോട് എങ്ങനെ പ്രസന്റ് ചെയ്യണം പറയണം എന്നുള്ളതിന് നമുക്ക് കുറച്ച് ബോധവും ബുദ്ധിയും വേണം. കമന്റ് ബോക്സിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഐഡന്റിറ്റി ഇല്ല. ഞാൻ എവിടെയോ കള്ളവടിക്ക് പോയിട്ടുണ്ടായി എന്ന് പറഞ്ഞ പോലത്തെ മുഖവും ഐഡന്റിറ്റിയും ആരാ എന്താന്നൊന്നും അറിയാത്ത എനിക്ക് എന്തും പറയാം ഇതിനകത്ത് ഇരുന്നിട്ട്. ഞാൻ ഇതിനകത്തിരുന്ന ഇപ്പൊ നിങ്ങൾ എന്നെ പറയാനുണ്ടല്ലോ കാറിനകത്ത് നീ മാസാണ് ആണടേ, ഞാനൊരു ടോപ്പിക്കിൽ സംസാരിക്കുമ്പോൾ ഞാൻ മാസമാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ വെച്ച് സംസാരിക്കണേ. ഇതേ മാസം ഞാൻ റിയൽ ലൈഫിലും എല്ലാ ടോപ്പിക്കിലും ഇറങ്ങിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ പല്ലൊന്നും കാണൂല, ഈ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. റിയൽ ലൈഫിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തോന്നുന്ന സമയത്ത് റിയാക്ഷൻ്റെ ഒരു ലെവല് കുറയ്ക്കണം. പറ്റില്ല. പക്ഷെ കമന്റ് ബോക്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ആരെ കുറിച്ചും മതവിദ്വേഷം പറയാം, ആരെ കുറിച്ചും ആരെ വീട്ടുകാരെ കുറിച്ചും പറയാം, ആരെ വേണമെങ്കിലും എന്ത് പഴിച്ച വർത്താനം പറയാം. ഏറ്റവും വലിയ രസം ഈ പറയുന്നവർക്ക് ഒന്നും മുഖം ഉണ്ടാവില്ല. അതാണ്, ഒരാൾക്ക് പോലും ഐഡന്റിറ്റി ഉണ്ടാവില്ല. ഐഡന്റിറ്റി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി വെക്കും. എങ്ങനെ അറിയോ, വേറെ ഒരുത്തന്റെ ഫോട്ടോ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കൊടുന്ന് അത് ഡീപ്പിട്ടിട്ട് അവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ഫേക്ക് അടിച്ച് വരുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അധികം തോന്നുന്നത് ലാലേട്ടൻ, മമ്മൂക്ക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, റൊണാൾഡോ, മെസ്സി ഇങ്ങനത്തെ ആളുകളൊക്കെ ആവും പ്രതികരിക്കുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ.
നിങ്ങൾ ഈ എന്താ പറയുക ഐഡന്റിറ്റി ഇല്ലാത്ത കമന്റ്സിന്റെ ഇങ്ങനത്തെ ബാലിശമായ കമന്റുകളിൽ ഒറിജിനൽ ഐഡീസ് വളരെ ജെന്യുവൻ ആയിട്ട് വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്ന പല വീഡിയോസിന്റെ അടിയിലും കമന്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ ആ കണ്ടന്റ് കാണും. കണ്ടന്റ് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അതിനടിയിൽ റിപ്ലൈ ഇടും. ഇപ്പൊ എല്ലാവരുടെ ഒരു ശീലമുണ്ട്, ഒന്നില്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കമന്റ് ബോക്സിലൂടെ പോകും. ചിലർ വീഡിയോ നോക്കില്ല, ആദ്യം കമന്റ് ബോക്സ് എടുത്ത് നോക്കും. മെജോറിറ്റി കമന്റ് എന്താവുന്നത് ആ കമന്റിന് അനുസരിച്ചിട്ട് ഇതന്നെ ആയിരിക്കുമല്ലോ ആ വീഡിയോയിൽ എന്നുള്ള മെന്റാലിറ്റി വെച്ച് ആ വീഡിയോ കാണാതെ ഇട്ടിട്ട് പോകും. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു കണ്ടന്റ് കാണണോ, കയറി കംപ്ലീറ്റ് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, കമന്റ് ബോക്സ് ചിലപ്പോൾ എല്ലാവർക്കും അഭിപ്രായം ആവുണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം, ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവ് നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു ബഹുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിപ്പോ ഈ എന്താ പറയുന്നത് വെച്ചിട്ട് അത് കേട്ടിട്ട് ഞാനും അതുപോലെ പറയാന്നില്ലാതെ പോലെ. ഇവിടെ ആകെ നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, കാണാന്റെ കണ്ടന്റ് കാണുക. നമ്മളെ അഭിപ്രായം എന്താണ്, ഈ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള കമന്റ് ബോക്സ്, അത് അവിടെ നമ്മളെ സ്വന്തം അഭിപ്രായം കൊണ്ടുവന്നിടുക. അല്ലാതെ എന്തെങ്കിലും ഒരു ലാഭത്തിന്, ഇപ്പൊ മതപരമായിട്ട് ഒരാളെ തകർക്കണം, ഈ മതം പറഞ്ഞ ഒരാളുടെ എതിരെ പോകണം, അങ്ങനെയുള്ള രീതിയിൽ കമന്റ് ബോക്സ് ഉപയോഗിക്കുന്നവരുണ്ട്. പേഴ്സണൽ ഹേറ്റ് ലൈഫിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒളിച്ചിരുന്നിട്ട് അമ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പോയിട്ട് കമന്റ് ബോക്സിൽ മാസ് കാണിക്കാൻ വരുന്നവരുണ്ട്. മിക്കവാറും ആളുകളൊക്കെ നമുക്കൊന്നും ആവാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് കമന്റിലാണ്. അങ്ങനെയാണ് ചിലർ അങ്ങനെ തീർക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം ഇന്ന് ഈ ഇരിക്കുന്ന നിമിഷം വരെ ഒരു മനുഷ്യനും എന്തില്ല നേരിട്ട് വന്നിട്ട് എല്ലാവരും വളരെ ചില ആളുകൾ കമന്റ് ഇടും, ജെന്യുവൻ പ്രൊഫൈൽസ്, നേരെ ഇൻബോക്സിൽ വരും, എന്നോട് സംസാരിക്കും, കെട്ടിപ്പിടിക്കും. അവർ നേരിട്ട് കാണാൻ, നേരിട്ട് കണ്ടവരുണ്ട്, സംസാരിച്ചവരുണ്ട്. നമ്മളൊക്കെ ബിരിയാണി അടിച്ച് ഫുഡും അടിച്ച് ചിൽ വളരെ മാനുവേടാണ് ചെയ്യുന്നവരുണ്ട്. മെസ്സേജ് വരുന്ന ആളുകളുണ്ട്, സായി എന്നുള്ള ആളെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ആ ഗെയിം കളിച്ചില്ല, ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെ കളിച്ചില്ല, എന്നാലും കുഴപ്പമില്ല, സായിനടുത്ത് നമുക്ക് അങ്ങനെ അന്വേഷണം പറയണമെന്നുണ്ട് പറയുന്ന ആൾക്കാർ എത്ര ഉണ്ട്. അതൊക്കെ വളരെ ജെന്യുവൻ ആയിട്ട് സംസാരിക്കണം. അവർ തന്നെ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്ക് കാര്യം മനസ്സിലാവും. അല്ലാതെ ഈ അന്തം വിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ കമന്റ് ബോക്സ് ആണെങ്കിലും ബൂംബാങ്ങിന്റെ കമന്റ് ബോക്സ് ആണെങ്കിലും വേറെ എവിടെയാണെങ്കിലും അവരുടെ പേഴ്സണൽ താല്പര്യത്തിന് വേണ്ടിയിട്ട് കമന്റ് ഇട്ട് പോയി അവിടെ ഒരു കുത്തിത്തിരിപ്പ് അടി ഉണ്ടാക്കുന്ന പരിപാടികൾ. ഇപ്പൊ ഈ ഡോക്ടറും ബൂംബാങ്ങും തമ്മിൽ ഒരു പ്രശ്നവും കാണൂല. അവര് ചിലപ്പോ പേഴ്സണലി മെസ്സേജ് അയച്ച് രണ്ടുപേരുടെ കണ്ടന്റ് ചെയ്ത് പോയി, അവരത്രേ ഉള്ളൂ. അതാണ് ഒരു മെച്ചോർ ഡീലിംഗ്. ഒരു മെച്ചോർ ഡീലിംഗ് അങ്ങനെയാണ്. ആ ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് അവർ രണ്ടുപേരും വീഡിയോ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ രണ്ടുപേരുടെ കമന്റ് ബോക്സിനകത്തും അവർ രണ്ടാളും ചെയ്ത വീഡിയോയിൽ പരസ്പരം അങ്ങോട്ടും കളിയൊക്കെ നവീൻ സാർ ഡോക്ടർ എന്നാണ് അവര് തമ്മിൽ അങ്ങനെ പറയുന്നേ. ഇവിടെ കമന്റ് ബോക്സിലാണ് ഹിന്ദു, മുസ്ലിം, പോർക്ക്, ബീഫ്, സംഗി, സുഡാപ്പി, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നടക്കാൻ പറ്റൂടെ? മുമ്പാണെങ്കിൽ ഡോക്ടർ ആണെങ്കിലൊക്കെ നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വളരെ ഉച്ചത്തോടെ തള്ളി കളഞ്ഞിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ടൊന്നും ഉണ്ടാവില്ല. കാര്യമില്ല. ഇതൊക്കെ ലൈഫിൽ വെച്ച് ഇതൊക്കെ ഛർദ്ദിച്ച് നടക്കുകയാണെങ്കിൽ നടന്നോ, നോ വരീസ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ ജീവിച്ച് തീരുന്നേ ഉള്ളൂ, വേറൊന്നും നടക്കാൻ പോണില്ല. ഓക്കെ.